ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോ ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ചെറിയൊരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. പിന്നെ ഇതും കുറച്ച് ലേറ്റായി പോയെന്നറിയാം. നേരത്തെ ഇടേണ്ട കാരണം ഒരു 2 ദിവസം മുന്നേ എനിക്ക് ഇടാനും പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ നമ്മൾ ദോശയും ചമ്മന്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ മൈദ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ശർക്കരയും തേങ്ങയും കുഴച്ചിട്ട് ഉള്ളിൽ വെച്ച് ഇങ്ങനെ അട വറുത്തെടുക്കുമല്ലോ, ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അതും ഉണ്ടാക്കിയെടുത്ത് ഞങ്ങൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നെന്ന് വെച്ചാൽ ചേട്ടായിയുടെ സഹോദരി ആലപ്പുഴയിലെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് സഹോദരി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് മോനും വന്നത്. അപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് നമ്മളിന്ന് കറിക്ക് ചിക്കനാണ് വാങ്ങിയത്. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാമെന്നിങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് മക്കൾക്ക് ബിരിയാണി കഴിക്കണമെന്ന് പറയണത്. അപ്പോൾ എന്തെങ്കിലും പോരാത്ത സാധനങ്ങളും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് റൈസ് ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി 2ആയിട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കറിക്ക് നമ്മൾ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. മക്കൾ സഹായിക്കാനുണ്ട്. അങ്ങനെ അത് ഇവിടെ ഒരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ റൈസ് വേവിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറും റെഡിയാക്കണം. ചോറിൻ്റെ ഒപ്പം തന്നെ ബിരിയാണിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചോറിനുള്ള കറിയും റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ റൈസ് ഏകദേശമൊക്കെ വെന്ത് വന്നു. അപ്പോൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് ഞാനിത് ഇതിൻ്റെ ഗ്രേവി ചിക്കൻ്റെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു ഭാഗത്ത് ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ കറിക്കുള്ളത് ഞാൻ സവോളയെല്ലാം ഒന്ന് വഴറ്റാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചതച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് സവോളയും കൂടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ ഒരു തോരനും കൂടെ ഉണ്ടാക്കാനായിട്ട് അച്ചിങ്ങയും പച്ചക്കായും കൂടെ വെച്ചതാണ്. അപ്പോൾ അതൊന്ന് വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വെച്ചിട്ടുണ്ട്. 3 അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരുപോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോറ് വെച്ചിട്ട് ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ അത് കഴിഞ്ഞിട്ടൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബിരിയാണിക്ക് നമുക്കൊരു പിന്നെ സവോള ഇച്ചിരി വഴറ്റിയെടുക്കണമല്ലോ. അപ്പോൾ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് സവോള വഴറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനല്ല ബിരിയാണിക്കുള്ളത് ചിക്കൻ്റെ ഒരു കറി അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാലഡും എല്ലാം ഇവിടെ റെഡിയാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതിപ്പം മക്കൾ തന്നെ എല്ലാം ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അവർ ഈ സാലഡ് ഇതൊക്കെ റെഡിയാക്കുന്ന സമയത്താണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാം സെറ്റാണ്. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഞാനിത് വറുത്ത് വെച്ചതല്ല, ബിരിയാണിക്ക് വേണ്ടിയിട്ട് മാത്രമേ ചിക്കൻ വറുത്തുള്ളായിരുന്നു. ഇത് വറുക്കാതെ തന്നെ കറി ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ നമ്മുടെ തോരൻ ഞാൻ പറഞ്ഞില്ലേ, പയറും പച്ചക്കായും കൂടെ തോരൻ വെച്ചാണ്. അപ്പോൾ ചോറിനുള്ള കറിക്ക് വേണ്ടിയിട്ടാണ് അതും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ പപ്പടവും കൂടെ വറുത്തെടുക്കുകയാണ്. ഒരു മുട്ടയും പുഴുങ്ങിയിട്ടുണ്ട്. മുട്ടയുണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറികളും ബിരിയാണിക്കുള്ളതും പിന്നെ ചോറിൻ്റെ കറികളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനി അത് ദം ചെയ്തെടുക്കൊന്നുമില്ല. പെട്ടെന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മല്ലിയിലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാഷ്നട്ടും മുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ സവാളയൊന്നും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയാക്കി എടുത്ത് അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും ബിരിയാണിയൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാൻ പോയാണ്. ഷോർട്സ് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ. ബിരിയാണിയുടേതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടെ കൂട്ടാക്കിയേക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടി ഇട്ടേക്കണം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു സേമിയ പായസവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ തിരുവോണത്തിന് വെച്ചത് അടപ്പായസമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വെച്ചപ്പോഴത്തേക്ക് കുറച്ച് സേമിയ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പായസമൊക്കെ വെച്ച് അപ്പോൾ അന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിട്ട് അങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. കൂടെ നിങ്ങളുടെ സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.